അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മഹത്വായ ഫദ്ല് കൊണ്ട് ഒരു ഇൽമിന്റെ സദസ്സിൽ അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരത്തിലാണ് നിങ്ങളുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ഹദീസ് പഠിച്ചുകൊണ്ടാണ്, ഹിഫ്ളാക്കിക്കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മളിത് ആരംഭിക്കുന്നത്. ഈ സ്ലിപ്പ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കുക. അവിടെ കിട്ടിയിട്ടില്ല. എവിടെ ആളുകൾ? എവിടെ? ഓന് സ്ലിപ്പ് കിട്ടിയിട്ടില്ല. അവിടെ അവിടെ കൊടുക്കും. കണ്ടോ? ഇനിയുണ്ടോ? എല്ലാവർക്കും പോയില്ലേ? അപ്പൊ ചെറിയൊരു ഹദീസാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ, കേട്ടണോ? അങ്ങനെ ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഹദീസാണ്. ഈ ഹദീസിന്റെ വിഷയം നമുക്കറിയാം. നമ്മളെ ശൈത്താൻ പിടികൂടുന്നത്, പിശാച് പിടികൂടി തിന്മയിലേക്ക് നമ്മളെ നയിക്കുന്ന സന്ദർഭം എന്ന് പറഞ്ഞ നമുക്ക് അല്ലാഹുവെ കുറിച്ചുള്ള ഓർമ്മ അല്ലെങ്കിൽ ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച്, ദീനുമായിട്ടുള്ള ബന്ധം ഇല്ലാതാകുമ്പോഴാണ് നമ്മള് തിന്മയിലേക്ക് പോവുക. ചിലപ്പോ മോശം കൂട്ടുകെട്ടിന്റെ കൂടെ പോകും, മോശമായ പ്രവർത്തനങ്ങളിലേക്ക് പോകും, ഹറാമായ സംഗീതം, പാട്ടുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയില്ലാഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ തിന്മ ചെയ്യുമ്പോ, അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ലാതിരിക്കുമ്പോ, യഥാർത്ഥത്തിൽ നമ്മൾ തിന്മകളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഹൃദയം ശരിക്ക് മരിച്ചതുപോലെയാണ്. എന്ന് പറഞ്ഞാ ദീനിയായിട്ടുള്ളൊരു കാര്യങ്ങളുമില്ല, മറിച്ച് തിന്മകളാണ്. തിന്മന്റെ ആളുകളായിട്ട്, കുട്ടികളായിട്ട് കൂടുകൂടി മോശമായ ഓരോ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോ നമ്മുടെ ഹൃദയം ഈമാനില്ല, മോശമായി മരിച്ച അവസ്ഥയിലായിരിക്കും. ഏതായാലും അങ്ങനെയുള്ള ഒരു അവസ്ഥയെ കുറിച്ച്, അള്ളാഹുവിനെ സ്മരിക്കാത്ത, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസ് ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? മനപ്പാടമാക്കണം. ഇത് കഴിഞ്ഞ് നമ്മള് ചോദ്യോത്തരത്തിലും അല്ലാണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് അത് ചോദിക്കും. അപ്പൊ അന്ന് തന്നെ അതെല്ലാവരും എന്ത് ചെയ്യണം? മനപ്പാടമാക്കുകയും വേണം. അതോടുകൂടി ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളോടുകൂടി ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യണം? ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യണം. ആ ഹദീസ് ആദ്യം നമ്മളൊന്ന് വായിക്കാം. എല്ലാരും നോക്കുക. വായിക്കാൻ കിട്ടാത്ത അവസ്ഥ വരുന്നത് നോക്കുക. ഒന്നാമത്തെ ഹദീസ്, അൽ ഹദീസുൽ അവ്വലു ലിൽ ഹിഫ്ളി എന്നാണ്. അവിടെ ജീമായി പോയിട്ടുണ്ട്, കണ്ടോ? ശ്രദ്ധിച്ചാരെങ്കിലും? ജിഫ്ളി എന്നാണുള്ളത്. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അതാ പ്രിന്റിംഗ് എടുത്തപ്പോ ശ്രദ്ധിക്കേണ്ടായി പോയതാണ്. അതാ ആ ജി എന്നുള്ള ജീമിന്റെ പുള്ളി ഉണ്ടല്ലോ, അതങ്ങ് വിട്ടുക. ഹിഫ്ളി എന്നാണ്. ഹിഫ്ളിന് വേണ്ടിട്ട് വെട്ടിയോ? പേനല്ലാത്തോലുണ്ടോ? പേന ഇനി ഹദീസ് നമ്മൾ വായിക്കാണ്, നോക്ക. عن أبي موسى الأشعري رضي الله عنه قال. ആദ്യം ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് എന്റെ കൂടെ നിങ്ങളൊന്ന് വായിക്കും.
عن أبي موسى الأشعري رضي الله عنه قال قال النبي صلى الله عليه وسلم مثل الذي يذكر ربه പേന ഇല്ലാത്തോലുണ്ട് പേന കൊടുക്ക് പേന ഇല്ലാത്തോല് കൈപോക്ക് ബാക്കി കൊണ്ടുവരും مثل الذي يذكر ربه والذي لا يذكر ربه مثل الحي والميت കണ്ടാ എന്റെ കൂടെ ഒന്ന് വായിക്കി റവാഹുൽ ബുഖാരി عن أبي موسى الأشعري رضي الله عنه قال പറഞ്ഞേ قال النبي صلى الله عليه وسلم مثل الذي يذكر ربه والذي لا يذكر ربه مثل الحي والميت. ഇത് വായിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? കിട്ടിയോ? അപ്പൊ എല്ലാവർക്കും വായിക്കാൻ കിട്ടിയോ? അറിയോ? വായിക്കാൻ അറിയില്ല എന്നുള്ളതൊന്ന് കൈപ്പൊക്കെ നോക്കട്ടെ. കിട്ടില്ല? എല്ലാവർക്കും നോക്കി വായിക്കാൻ കിട്ടൂലേ? ശരി, അതിന്റെ അർത്ഥം ജസ്റ്റ് അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് മലയാളത്തില്. അതിന്റെ നോക്കിയേ, ഞാനൊന്ന് പറയാം. അബു ഇത് റിപ്പോർട്ട് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി ആരാ? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഹദീസിന്റെ അർത്ഥം നോക്കുക. മസലുല്ലദി, മസൽ എന്ന് പറഞ്ഞാൽ ഉപമ എന്നർത്ഥം. എന്താ അർത്ഥം? അർത്ഥസഹിതം തന്നെ നാളേക്ക് പഠിക്കണം. മസൽ ഉപമ താഴെ കൊടുത്തിട്ടുണ്ട്. മസലുൽ ഉപമ അല്ലദി, മസലുല്ലദി യാതൊരുത്തന്റെ ഉപമ. എങ്ങനത്തെ ഒരുത്തനാ? യദ്കുറു റബ്ബഹു, യദ്കുറു ഓർക്കുന്നു, റബ്ബഹു തന്റെ റബ്ബിനെ. അപ്പൊ തന്റെ റബ്ബിനെ ഓർക്കുന്നവന്റെ ഉപമ. അർത്ഥം കിട്ടിയ? മസലു ഉപമ. മസലുല്ലദീ യദ്കുറു റബ്ബഹു, തന്റെ റബ്ബിനെ ഓർക്കുന്നവന്റെ ഉപമ. അങ്ങനെ മാന. ഇനി വല്ലദീ, യാതൊരുത്തന്റെയും ഉപമ. എങ്ങനത്തെ? ലാ യദ്കുറു റബ്ബ. എന്താ അർത്ഥം? തന്റെ റബ്ബിനെ ലാ യദ്കുറു, യദ്കുറു ഓർക്കുന്നു, ലാ യദ്കുറു ഓർക്കുന്നില്ല. തന്റെ റബ്ബിനെ ഓർക്കാത്തവന്റെയും ഉപമ. ഇപ്പൊ രണ്ടാൾ ഉപമ പറയുന്നത്. ഒരാള് പറയുക അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്നവന്റെ ഉപമയും അള്ളാഹുവെ ഓർക്കാതെ തിന്മകളിലൂടെ മുന്നോട്ട് പോകുന്നവന്റെ ഉപമയും. എങ്ങനെ ഉപമ? നബി പറയുന്നത് മസലുൽ ഹയ്യി, ഹയ്യർന ജീവിച്ചിരിക്കുന്നവന്റെ പോലെയാണ്. വൽ മയ്യിത്തി, മയ്യിത്ത് മരിച്ചവനെ പോലെയാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്നവനെ പോലെ ആരായിരിക്കും? അള്ളാഹുവിനെ ഓർക്കുന്നവൻ. മരിച്ചവനെ പോലെ ആരായിരിക്കും? അള്ളാഹുവിനെ ഓർക്കാത്തവൻ. ഇതാണ് ഹദീസിന്റെ അർത്ഥം. കിട്ടിയോ? ഇനി അതിന്റെ താഴെയുണ്ട്. അപ്പൊ ഈ ഹദീസിൽ മൊത്തത്തിൽ പറഞ്ഞത് എന്താ? അള്ളാഹുവെ കുറിച്ച്, അള്ളാഹുവിനെ ദിക്റുല്ലാ എന്നാ പറയാ അറബിൽ. ദിക്റുല്ലാ, അള്ളാഹുവെ കുറിച്ച് ഓർക്കുന്നവന്റെ ഉപമ അവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ്. അള്ളാഹുവെ കുറിച്ച് ഓർക്കാത്തവന്റെ ഉപമ മരിച്ചവനെ പോലെയാണ്. എന്താണ് ദിക്റുള്ള? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദിക്റ് 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 എന്ന് കേട്ടിട്ടില്ലേ? എന്താ ദിക്റുണ്ട് ഉദ്ദേശം? ദിക്റ് എന്ന് പറഞ്ഞാ ശരിക്കും മനസ്സിലാക്കണം. അത് നമ്മൾ ചോദിക്കുക അടുത്ത ദിവസങ്ങളൊക്കെ. ദിക്റുള്ള, അള്ളാഹുവിനെ ദിക്റ് ചെയ്യാൻ നമ്മൾ സ്മരിക്കുക എന്നൊക്കെ പറയും, ഓർക്കുക എന്നൊക്കെ പറയും. ദിക്റുള്ള, അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉൾപ്പെടും? മൊത്തത്തിൽ ദീനിന്റെ എല്ലാ കാര്യങ്ങളും, അഥവാ നമ്മൾ ചെയ്യുന്ന നാവുകൊണ്ട് ദീനിയായി അള്ളാഹുവിനേക്ക് അടുക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ദിക്റാണ്. മനസ്സിലായോ? ഉദാഹരണം തസ്ബീഹ്. എന്താ തസ്ബീഹ്? തസ്ബീഹ് തസ്ബീഹ് എന്തെന്നാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇങ്ങനെ നാവ് കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതുപോലെ ദുആകള്, പ്രാർത്ഥനകള്, ഇതെല്ലാം എന്തിലുൾപ്പെടൂ? എന്തിലുൾപ്പെടൂ? തസ്ബീഹിലല്ല. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ
സുബ്ഹാനല്ലാഹ്. തഹ്ലീൽ എന്ന് പറഞ്ഞാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് അതിന്റെ പേരാണ്. ദിക്റുല്ലാഹ്, ദിക്ർ, അല്ലാഹുവെ ഓർക്കുക. ദിക്ർ എന്ന് കേട്ടില്ലേ ഖുർആനിൽ പല സ്ഥലത്തും. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. ഖുർആനിലെ സൂറത്തു അഹ്സാബിലെ 41-ാമത്തെ ആയത്തിൽ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കുക എന്ന് ദിക്ർ എന്ന് പറഞ്ഞല്ലോ. ആ ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാ നമ്മൾ പറയുന്നത്. അതിൽ എന്തൊക്കെ പെടും? ഒന്ന് ദിക്ർ എന്ന് പറയുമ്പോ, ദിക്റുല്ലാഹ് എന്ന് പറയുമ്പോ നാവ് കൊണ്ടുള്ള അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ. അതേതൊക്കെ? സുബ്ഹാനല്ലാഹ് പറയാ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, പ്രാർത്ഥനകള്, ഖുർആൻ പാരായണം, മനസ്സിലായോ? ഖുർആൻ ഓതുക, ഇതൊക്കെ ദിക്റുല്ലാഹ് പെട്ടു. പിടിറ്റോ? ഒക്കെ അറിയാത്ത മനസ്സിലാവത്തുണ്ടോ? ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞ ഒന്നേതാ? നാവ് കൊണ്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഖുർആൻ ഓതുക, ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ഒരു ബന്ധം നമുക്കുണ്ട്. ദിക്റുല്ലാഹ് അല്ലേ? അത് ദിക്റുല്ലാഹ് പെട്ട. ഖുർആൻ ഓതുക, പ്രാർത്ഥിക്കുക, സ്വലാത്തുകള്, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് ഒക്കെ നാവ് കൊണ്ട് ഉൾപ്പെട്ടു. രണ്ടാമത്തേത് ഹൃദയം കൊണ്ട്. ദിക്റുല്ലാഹിൽ പെടുന്നത് ഹൃദയം കൊണ്ടുള്ള കാര്യങ്ങളും. അതെങ്ങനെ ഹൃദയം കൊണ്ടുള്ള കാര്യങ്ങൾ? ഹൃദയം കൊണ്ടുള്ള ആരാ പറയാ? ഹൃദയം കൊണ്ടുണ്ടാ? ഹൃദയം കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് എന്താ? അള്ളാഹുവെ കുറിച്ചുള്ള ഭയം. അത് ഹൃദയം കൊണ്ടുണ്ടാവുന്നല്ലേ? അള്ളാഹുവോടുള്ള ഇഷ്ടം, അള്ളാഹുവിലുള്ള പ്രതീക്ഷ, ആഗ്രഹം, ഇതൊക്കെ ഹൃദയത്തിൽ നിന്നല്ല ഉണ്ടാവുന്നത്. അപ്പോ ആ കാര്യങ്ങളും ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞ അള്ളാഹുവെ കുറിച്ച് ദിക്ർ ഓർക്കുക എന്ന് പറഞ്ഞാൽ ദിക്റിൽ പെട്ടു. മൂന്നാമത് പ്രവർത്തനങ്ങളും, അഥവാ നമ്മളെ കൈകാലുകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന സ്വലാത്ത്, നമസ്കാരം പോലുള്ള കാര്യങ്ങള്, ഇതൊക്കെ എന്ത് പെട്ടു? ദിക്റുല്ലാഹിൽ പെട്ടു. മനസ്സിലായോ? ഇതൊരു മൊത്തത്തിൽ പറയുന്ന ഒരു അർത്ഥമാണ്. ദിക്റുല്ലാഹ് എന്ന് പറയുമ്പോ നമ്മൾ മുഴുവൻ മൊത്തത്തിൽ ആം എന്ന് പറയും. മുഴുവനായിട്ട് പറയുമ്പോ അള്ളാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം വിട്ടിക്കുക, പിന്നെ നാവ് കൊണ്ട് ഖുർആൻ ഓതുക, പ്രാർത്ഥിക്കുക, ദുആ, ഇതൊക്കെ ദിക്റുല്ലാഹിൽ പെട്ടു. മനസ്സുകൊണ്ട് അള്ളാഹുവെ കുറിച്ചുള്ള ഭയം, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, ഇഷ്ടം, ഇതൊക്കെ എന്ത് പെട്ടു? ദിക്റുല്ലാഹിൽ പെട്ടു. പിടിറ്റോ? എന്നാ ചില സ്ഥലത്ത് ദിക്റുല്ലാഹ് എന്ന് പ്രത്യേകമാക്കി പറയും. അപ്പൊ എന്തൊക്കെ മാത്രമേ പെടൂ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പോലത്തെ രണ്ടു നിൽക്കും പറയും. മൊത്തത്തിൽ ദിക്റുല്ലാഹ്, അള്ളാഹു കുറിച്ച് ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? മനസ്സിലായോ ഇപ്പൊ എല്ലാവർക്കും? നോരെ പറഞ്ഞേ, ദിക്റുല്ലാഹ് എന്തൊക്കെ പെട്ടു? നാവ് കൊണ്ടുള്ള. അതേതൊക്കെ? ഖുർആൻ ഓതുക, അങ്ങനത്തെ കാര്യങ്ങൾ, ദീനി കാര്യങ്ങൾ. പിന്നെ പ്രാർത്ഥന. പിന്നെ ഖൽബ് കൊണ്ട്. ഏതൊക്കെ? ഇഷ്ടം, മഹബ്ബത്ത്, ഇഷ്ടം, ഖൗഫ്, ഭയം, തവക്കുലാക്കുക, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക, അതൊക്കെ ഹൃദയത്തിൽ നിന്നാണ്. പിടിക്കുക. പിന്നെ മൂന്നാമത്തേത് ജവാരിഹ്, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം. അതിലേതൊക്കെ വിട്ടു? നമസ്കാരം, അങ്ങനത്തെ ദീനിയായ എല്ലാ കാര്യങ്ങളും. പിടിക്കുക. അപ്പൊ ഇതാണ് ദിക്റുല്ലാഹ്. ഇങ്ങനെയായിരിക്കണം ഒരു മുസ്ലിമിന്റെ ജീവിതം എപ്പോഴും. ഇതാണ് ദിക്റുല്ലാഹിന്റെ മാന. മനസ്സിലായോ? ഇനി എന്തുകൊണ്ടാണ് അള്ളാഹുവെ സ്മരിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവന്റെ പോലെയും, അപ്പൊ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയും, അള്ളാഹുവെ ദിക്ർ ചെയ്യാത്തവൻ മരിച്ചവനെ പോലെയും എന്ന് പറയാൻ കാരണം, അതിന്റെ ഗുണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ധാരാളം ഗുണങ്ങൾ, 100ഓളം ഗുണങ്ങൾ പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ ദിക്ർ ചെയ്യുന്നതിന്റെ ഫദ്ല്, അതിന്റെ ഫായിദകൾ, നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ വലിയ വമ്പിച്ച വലുതാണ്. 100 കണക്കിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് വളരെ ഒന്നോ രണ്ടെണ്ണ പറയാൻ നമുക്ക് കഴിയും. വളരെ പ്രധാനപ്പെട്ട 2 നമ്മൾ പറയാം. ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലാക്കിയേക്കണം, ഇങ്ങനെ നമ്മൾ അള്ളാഹുവെ ദിക്ർ ചെയ്യുമ്പോ, ദിക്ർ ചെയ്യുമ്പോ അത് ഓർമ്മ വേണം. അള്ളാഹു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, പ്രാർത്ഥന, ഖുർആൻ ഓതുക, നമസ്കാരം, ആളുകളോട് നന്മ കൽപ്പിക്കുക, ഇതൊക്കെ ദിക്റുല്ലാഹിൽ പെട്ടതാണ്. ഇതൊക്കെ ചെയ്യുമ്പോ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? ഒന്നാമത്തെ ഗുണം മറക്കരുത്, അത് നമ്മൾ ആദ്യം പഠിക്കുന്നത്.
ഒന്നാമത്തെ ഗുണം, നമ്മുടെ മുഖ്യ ശത്രു അതാരാ? പിശാജ്. ആ പിശാജാണ് നമ്മളെല്ലാ തോന്നിവാസങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഹറാമായ രീതിയിൽ വസ്ത്രം ധരിക്കുക. ഇപ്പൊ നിര്യാണിക്ക് താഴെ വസ്ത്രം പോവാ ഒരു മുസ്ലിമിന് പറ്റുവാ? ഏത് സമയത്തും അങ്ങനെ ഇരിക്കണം. പക്ഷെ നമ്മൾ സ്കൂളിലോ അങ്ങനെയൊക്കെ പോകുമ്പോ കൂട്ടുകാരുടെ കൂടെ പോകുന്നു, പേന്റൊക്കെ എന്താ നിര്യാണിക്ക് താഴെ. അപ്പൊ ശൈത്താനെ ഇഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മളെ വസ്ത്രരീതി, അല്ലേ? അങ്ങനെ ചെയ്യലുണ്ടോ? ഇല്ല. ചെയ്യലുണ്ട്, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല, വളരെ ഗുരുതര തെറ്റാണ്. അതുപോലെ സംഗീതം കേൾക്കുക, ഇങ്ങനെയുള്ള തിന്മകള്, ഈ തിന്മകളൊക്കെ നമുക്ക് അലങ്കാരമാക്കി കാണിച്ചു തരുന്നത് ആരാ? മുടി ഒരു പ്രത്യേക ശൈലിയിൽ, മറ്റേ എന്തെന്നാ പറയാ ഇതിനൊക്കെ, ഇതൊക്കെ നമുക്ക് അലങ്കാരമാക്കി തരുന്നത് ആരാ? ശൈത്താനാണ്, പിശാജാണ്. അപ്പൊ ആ പിശാജിനെ നമ്മൾ ദിക്റുള്ളയിലാകുമ്പോ അള്ളാഹുവെ കുറിച്ച് എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, അല്ലെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, അല്ലെ ആളുകളോട് നന്മ കൽപ്പിക്കുക, അല്ലെ നമസ്കരിക്കുക, അല്ലെ നോമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെയുള്ള ഹറാമിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയും. അഥവാ പിശാചിനെ നമുക്ക് ആട്ടി ഓടിക്കാൻ കഴിയും. ഒന്നാമത്തെ ഗുണം എന്താ? അപ്പോ നമ്മുടെ ശത്രുവായ പിശാചിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആട്ടി ഓടിക്കാൻ കഴിയും. അപ്പൊ പിന്നെ നമുക്ക് നല്ല ദീനി ചുറ്റുപാടിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ കഴിയും. ഇതിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഹ്യാ നബിയെ കുറിച്ച് കേട്ടുണ? യഹ്യാ നബി സക്കരിയ നബിന്റെ മകനാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സക്കരിയ നബിയുടെ മകൻ ആരാണ്? യഹ്യ. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ എന്ന് പറഞ്ഞ സൂറത്തു, ഏത് സൂറത്തിലാ? അങ്ങനെ യഹ്യ നബിക്ക് അല്ലാഹു വഹി നൽകി. 5 കാര്യങ്ങൾ വഹി നൽകി. അത് യഹ്യ നബി ജീവിതത്തിൽ പകർത്തുകയും ആ കാര്യങ്ങൾ ബനൂ ഇസ്രായേൽപ്പെട്ട ആളുകളോട് ജീവിതത്തിൽ പകർത്തണമെന്ന് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടു. 5 കാര്യങ്ങളാ. അഥവാ 5 കാര്യങ്ങൾ യഹ്യ നബി ജീവിതത്തിൽ പകർത്തണം. പിന്നെ അദ്ദേഹത്തിന്റെ സമൂഹമായ ബനൂ ഇസ്രായേൽകാരോട് അവരുടെ ജീവിതത്തിൽ അത് പകർത്തണമെന്ന് കൽപ്പിക്കുകയും വേണം. ആ 5 കാര്യങ്ങൾ ഏതൊക്കെ? ഒന്നാമത്തെ തൗഹീദ്. അത് നമ്മളെ വിഷയം ബന്ധപ്പെട്ട 5-ാമത്തേതാ. അതാ ഞാൻ പറയുന്നത്. 1 തൗഹീദ്, 2 സ്വലാത്ത്, 3 സിയാം നോമ്പ്, 4 സ്വദഖ. 5-ാമത്തെ കാര്യം യഹ്യ നബി പറഞ്ഞു കൊടുത്ത കാര്യം എന്താ അറിയാം നമുക്ക്? നിങ്ങൾ അള്ളാഹുവെ ഓർക്കുക എന്നുള്ളതാണ്. അള്ളാഹുവെ ഓർക്കുക. അള്ളാഹുവെ ഓർക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. ആ രീതിയിലൊക്കെ അള്ളാഹുവിനെ ഓർക്കാൻ പറ്റും. എന്നിട്ട് യഹ്യ നബി ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിനെ ഓർക്കുന്നവന്റെ ഒരു ഉപമ, ഇതുപോലത്തെ മറ്റൊരു ഉപമ യഹ്യ നബി പറഞ്ഞു കൊടുക്കുന്ന ഉപമ എന്താ നിങ്ങൾക്ക്? ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പിറകിലൂടെ, അവന്റെ കാൽപാദത്തിലൂടെ ഒരു ശത്രു അവനെ അതിവേഗം ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ശത്രു വേക്കിൽ അദ്ദേഹത്തെ വധിക്കാനോ അപായപ്പെടുത്താനോ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓടി ഒരു സുരക്ഷിതമായ കോട്ടയിലെത്തി അദ്ദേഹം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആ കോട്ടയിൽ പ്രവേശിച്ച കാരണം അദ്ദേഹത്തിന്റെ നഫ്സിനെ അദ്ദേഹം എന്ത് ചെയ്തു? സംരക്ഷിച്ചു. സുരക്ഷിതമായ കോട്ടയിലെത്തി. പിന്നെ ശത്രുക്കൾക്ക് വരാൻ പറ്റുമോ? ഇതേപോലെയാണ് ഒരു അടിമക്ക് തന്റെ ശത്രുവായ പിശാചിൽ നിന്നും തന്റെ ശരീരത്തെ രക്ഷിക്കണമെങ്കിലുള്ള വഴിയാണ് അള്ളാഹുവെ കുറിച്ച് ഓർക്കുക എന്നുള്ളത്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളതല്ലാതെ പിശാചിനെ നമ്മുടെ അടുക്കൽ നിന്നും, പിശാചിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായി യഹ്യ നബി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന എന്താ? അള്ളാഹുവെ കുറിച്ച് ഓർക്കണമെന്നാണ്.
മനസ്സിലായെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കി നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, അപ്പൊ നമുക്ക് മോശമായ തിന്മകളിലേക്ക് നമ്മൾ പോവില്ല. നല്ല ആളുകളുടെ കൂടെ കൂട്ടുകൂടി എപ്പോഴും ദീനിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മള്. അപ്പൊ പിന്നെ നമുക്ക് എന്താ പുറമുള്ള ദുനിയാവിന്റെ ഓരോ മോശം വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ പോവില്ല. മനസ്സിലായോ പറഞ്ഞ്? നമസ്കരിക്കുന്ന ഒരാൾ, നല്ല ഇഖ്ലാസോടുകൂടി നമസ്കരിക്കുന്ന ഒരാൾക്ക് അവന്റെ മനസ്സിൽ മോശമായ ചിന്ത ഉണ്ടാവുക ഇല്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ മനസ്സ് മോശമായതിലേക്ക് പോവോ? ഇല്ല. ഒരാളോട് നല്ല കാര്യങ്ങൾ തന്നെ നമ്മൾ ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ആ സമയത്ത് നമുക്ക് മോശമായ കാര്യങ്ങൾ വരുമോ? ഇല്ല. അതുകൊണ്ടാണ് യഹ്യാ നബി പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ അല്ലാഹുവെ ഓർക്കണം. പിശാചിൽ നിന്നും നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗമാണ് ദിക്റുല്ലാഹ്, അല്ലാഹുവെ കുറിച്ച് ഓർക്കുക എന്നുള്ളത്. ഇനി നമുക്കറിയാം, നമ്മൾ ഈ പ്രായത്തിലാണ് പൊതുവെ എന്ത് ചെയ്യാ, കൂടുതൽ നമ്മളെന്താ ഒരു ആവേശമുള്ള പ്രായമാണ് പൊതുവെ. നമ്മൾ കുട്ടികളാണ്. അപ്പോ കുട്ടികളെ കൂടെയുള്ള കൂട്ടുകാരുടെ അവസ്ഥയിൽ അവരെ മോഡേൺ വേഷം, ഹറാമായ വേഷങ്ങൾ, അവരുടെ ഓരോ പ്രവർത്തികളിലേക്ക് നമ്മളും പോവാണ്. അത് ശൈത്താന്റെ പണിയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് തടയിടാൻ നമ്മൾ എന്ത് ചെയ്യാ, ഈ പറഞ്ഞ ദിക്റുല്ലാഹ്, നമസ്കാരം, നോമ്പ്, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ മനസ്സിന്റെ അല്ലാഹുവില്ല ഭയം, ഇങ്ങനെയുള്ള ഒരു ചിന്തയും പ്രവൃത്തിയും വാക്കിലുമായിരിക്കണം നമ്മൾ എപ്പോഴും ഉണ്ടാവേണ്ടി. മനസ്സിലായോ? നമുക്ക് കിട്ടിയ സമയം നമ്മൾ അല്ലാഹുവെ കുറിച്ച് ഓർക്കാതെ പാഴാക്കി ഹറാമിലൂടെ മുന്നോട്ട് പോയാ ഖിയാമത്ത് നാളിൽ നമ്മൾ എന്ത് ചെയ്യും? വലിയ നഷ്ടക്കാരായി തീരും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാമിൻ സഅത്തിൻ തുമുറു ബിബ്നി ആദം ലം യദ്കുരില്ലാഹ ഫീഹാ. ഒരു മനുഷ്യൻ അവന്റെ അടുത്തുകൂടെ സമയം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, ധാരാളം സമയം നമുക്ക് പോകുന്നുണ്ട്. ആ സമയത്തൊന്നും അവൻ അല്ലാഹുവെ സ്മരിക്കുന്നില്ല. അഥവാ നാവ് കൊണ്ടോ അല്ലെങ്കിൽ ഖൽബ് കൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊന്നും അല്ലാതെയാണ് അവൻ ഹറാമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇല്ലാ തഹസ്സറ അലൈഹാ യൗമൽ ഖിയാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ പേരിൽ ഖിയാമത്ത് നാളിൽ അവൻ എന്ത് ചെയ്യും? ഖേദിക്കേണ്ടി വരുന്ന. നമുക്കൊക്കെ അറിയുന്ന കാര്യം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സ്വർഗത്ത് പോകണം, അല്ലേ? നരകത്ത് പോകാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മള് ഈ ഹറാമിന്റെ വേഷങ്ങളിലേക്കും ഹറാമുകൾ കേൾക്കുന്നതിലേക്കും ശൈത്താന്മാരുടെ മോഡേൺ ജീവിതങ്ങളിലേക്കൊക്കെ നമ്മളെ വഴി നയിക്കുന്നത് ആരാ? ശൈത്താനാണ്. അതെന്തുകൊണ്ട്? അപ്പോ സംഗീതം കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മാറ്റണം. നമ്മളിവിടെ വന്നത് എന്തിനാ? വെറുതെ 3 ദിവസം വന്ന് ഒരു ട്രെൻഡ് പോലെ നിന്ന് അങ്ങനെ ഇതിലെ കേട്ട് ഇതിലങ്ങ് ഒഴിവാക്കി അങ്ങനെ പോയിട്ട് അങ്ങനെ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ നല്ല കുട്ടികളാകണം ഇന്ന് മുതൽ. അങ്ങനത്തെ സംഗീതം കേൾക്കുക, അല്ലെങ്കിൽ നിര്യാണിക്കിത്തായ വസ്ത്രം പോവുക, മുടി ഹറാമിന്റെ രൂപത്തിൽ കട്ട് ചെയ്യുക, ഇങ്ങനത്തെ രൂപങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി മുതൽ വിട്ടുക്കണം. അപ്പൊ വിട്ടുക്കും നമുക്ക് സ്കൂളിൽ പോകുമ്പോ പിന്നെ കുട്ടികൾ പോലൊക്കെ കളിയാക്കും, ഇനി എന്താ വല്യാപ്പന്റെ മാതിരി നടക്കുന്നത്, വല്യാപ്പാന്റെ മാതിരി, പഴയ ജീവിതത്തിലൊക്കെ ജീവിക്കുന്നത്, പൊട്ടന്റെ മാതിരി എന്നൊക്കെ പറയും. അതൊക്കെ ശരിക്കും പറയിപ്പിക്കുന്നത് ആരാ? ശൈത്താനാണ്. നിങ്ങൾ അവിടെ ഒക്കെ ദിക്റുല്ലാഹ്, നമ്മൾ പറഞ്ഞ രീതിയിൽ അല്ലാഹുവെ കുറിച്ചുള്ള ഓർമ്മയായിട്ട് നല്ല ആളുകളോട് കൂട്ടുകൂടി നമസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ ദീന് പഠിക്കുന്ന സദസ്സുകളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ മുന്നോട്ട് പോയാ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ലാഭമായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ മരിച്ചവരെ പോലെ ആയിരിക്കും. ഈ ഹദീസിൽ മരിച്ചവരെ പോലെ എന്ന് പറഞ്ഞപ്പോ ശരിക്കും ഇങ്ങനെ മരിച്ചെടുക്കാന്നാണ് ഉദ്ദേശിച്ചത്? അല്ല, അവന്റെ ഹൃദയം ഈമാനില്ലാതെ ദുർബലമായി നശിച്ചു പോയി നാളെ ഖിയാമത്ത് നാളിൽ അവൻ തീരാ നഷ്ടക്കാരനായി തീരും എന്നാണ് ഉദ്ദേശം. മനസ്സിലായോ? മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോ ഇത് ഒരിക്കലും ചെയ്യരുത്, മറക്കരുത്. ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കും ധാരാളം കാര്യങ്ങൾ. ഇനിയുമുണ്ട് ഗുണങ്ങൾ. ഇതൊറ്റൊന്നേ ഞാൻ പറഞ്ഞില്ല. ഒന്നാമത്തെ ഗുണം എന്താ നമ്മൾ പറഞ്ഞേ? അള്ളാഹുവെ കുറിച്ച് സ്മരിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും മുഖ്യ ഗുണം എന്താ? അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ, കേട്ടണോ? ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ആരാ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലയുടെ ശിഷ്യനാണ് അദ്ദേഹം. ഞാൻ ഈ പറഞ്ഞ ഹദീസിന്റെ യഹ്യാ നബിന്റെ, ഞാൻ അറബി പറയാത്തത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാ. മലയാളം മനസ്സിലാവുന്നുണ്ടോ?
അപ്പോ അദ്ദേഹം ഈ ഹദീസ് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, ഈ അള്ളാഹുവെ നമ്മൾ ഓർക്കുമ്പം കിട്ടുന്ന ഗുണങ്ങളിൽ ഈ ഒരു ഗുണം മാത്രമേ ഉള്ളൂ നോക്ക്. ഏത് ഗുണ? പിശാചി നമുക്ക് ആട്ടിയോടിക്കാൻ കഴിയുക എന്നൊരൊറ്റ ഗുണം ഉള്ളൂ എന്ന് വെക്കുക. അത് തന്നെ അവന് മതിയാകും. എന്തിനെന്നറിയോ? എപ്പോഴും അവന്റെ നാവ് അള്ളാഹുവെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് അവന്റെ നാവ് തളരാതിരിക്കാൻ അവന് അത് മാത്രം മതിയെന്ന. കാരണം നമ്മുടെ ഏറ്റവും മുഖ്യ ശത്രു പിശാച. അവനെ നമുക്ക് അള്ളാഹുവെ സ്മരിക്കുന്നത് കൊണ്ട് ആട്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ വിജയതാണ്. മനസ്സിലായി നമുക്ക്? അപ്പോ അവന് അള്ളാഹുവെ കുറിച്ച് സ്മരിക്കാൻ, എപ്പോഴും സ്മരിക്കാൻ ഒരു തളർച്ച അവന് തോന്നില്ല. മനസ്സിലായോ? മറിച്ച് അദ്ദേഹം പറഞ്ഞു, നമ്മൾ എപ്പോഴാണോ അശ്രദ്ധരാവുന്നത്, നമ്മള് ഖുർആനുമായി ബന്ധമില്ലാണ്ട്, അല്ലെ അങ്ങനെ ഇസ്ലാമികമായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ലാതെ ഫ്രീ ആയി നമ്മൾ ഒറ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കാന്, അപ്പം നമ്മളെ പിശാച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓന്റെ ആ കൂട്ടുകാരന്റെ കൂടെ പോവും, അങ്ങനെ വേണ്ടാത്ത പ്രവർത്തനങ്ങളിലേക്കും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ശൈത്താന് കൊണ്ടുപോകും. മനസ്സിലായോ? ആ ശൈത്താന്റെ ഏറ്റവും പണി എന്താ അറിയോ? നമ്മൾ അശ്രദ്ധരായിരിക്കുമ്പോ അള്ളാഹുവെ കുറിച്ച് ദിക്റുല്ലാഹിൽ അല്ലാത്ത അവസ്ഥയിൽ ആ ശൈത്താൻ നമ്മൾ എന്ത് ചെയ്യും? പിടികൂടാനായിട്ട് വേണ്ടി ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ പിടിച്ചു അവനെ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്കും അങ്ങനെ വേണ്ടാത്ത ഹറാമായ പ്രവർത്തനങ്ങളിലേക്കും തിന്മയുടെ ആളുകളായിട്ട് അങ്ങനെ ജീവിച്ചു പോകാനുള്ള പ്രേരണ നൽകുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആവരുത്. ഇനി ധാരാളം ഗുണങ്ങളുണ്ട്. മറ്റൊരു ഗുണം മാത്രമേ ഞാൻ പറഞ്ഞ നമ്മൾ നിർത്തുന്ന സമയത്ത് നമ്മളെ സമയം അവസാനിച്ചിട്ടുണ്ട്. മറ്റൊരു ഗുണാണ് അള്ളാഹുവെ കുറിച്ച് ദിക്റുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മ വേണം, നാവ് കൊണ്ട്, ഖൽബ് കൊണ്ട്, ജവാരിഹ് എന്ന് പറഞ്ഞ അവയവങ്ങൾ കൊണ്ട്, നമസ്കാരം പോലത്തെ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും കിട്ടുന്നത് ഇതുകൊണ്ടാ ദിക്റുള്ള കൊണ്ടാണ്. രണ്ടു ഗുണം നമ്മൾ പറഞ്ഞു. ഒന്നെന്താ? മുഖ്യ ശത്രുവായ പിശാചിനെ നമുക്ക് ആട്ടിയോടിക്കാൻ കഴിയും. രണ്ടാമത്തേത് എന്താ? നമ്മുടെ മനസ്സിന് ഏറ്റവും വലിയ സന്തോഷവും ശാന്തതയും നൽകുന്നത് എന്താ? ദിക്റുള്ളയാണ്. അതിന് ഏറ്റവും ഒരു ഉദാഹരണം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അദ്ദിക്റു ലിൽ ഖൽബി, അഥവാ അള്ളാഹുവെ കുറിച്ച് ഓർക്കുന്ന ഒരു ഹൃദയത്തിന്റെ സ്ഥാനം എങ്ങനെയാണെന്നറിയോ? നമുക്ക് അള്ളാഹുവെ കുറിച്ച് ഓർക്കുന്ന ഒരു ഹൃദയത്തിന്റെ സ്ഥാനം എങ്ങനെ? മീനിന് വെള്ളം എത്ര ആവശ്യമുണ്ടോ അതുപോലെയാണ്. വെള്ളമില്ലെങ്കിൽ മീനിന്റെ അവസ്ഥ എന്താ? ചത്തൂലേ? അതേപോലെയാണ് ദിക്റുള്ള, അഥവാ നമ്മുടെ ഹൃദയം എപ്പോഴും അള്ളാഹുമായിട്ടുള്ള ദിക്റില്ലെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മളെ ഹൃദയം മരിച്ചു പോവും. മാത്രമല്ല, ഈ തിന്മ ചെയ്യുന്ന ആളുകൾക്കൊന്നും മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. പുറമോലും കളിയും ചെറിയാണെങ്കിലും ഉള്ളിൽ പേടി, ഭയം, ടെൻഷൻ, സമാധാനം ഉണ്ടാവില്ല. ധാരാളം കോടിക്കണക്കിന് സമ്പാദിച്ച ആളുകളുണ്ട്, ഹറാമിലൂടെ ജീവിക്കുന്ന ആളുകൾ. അവർക്ക് സമാധാനം ഉണ്ടോ? സമാധാനമല്ല. ഇവിടെ ബിസിനസ്, അങ്ങോട്ട് ബിസിനസ് തന്നെ, മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹുവെ കുറിച്ചുള്ള ദിക്റിൽ ഈ പറഞ്ഞ രൂപത്തിലായി നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടാനൊരു ഉപകാരം കൂടിയാണ്. അപ്പൊ രണ്ട് ഗുണം നമ്മൾ പഠിച്ചു. ഇതൊക്കെ എന്ന് പറഞ്ഞേ, രണ്ട് ഗുണം ഏതാ? പിശാചിനെ ആട്ടിടിക്കാൻ രണ്ട് ധാരാളം ഗുണം ഇനിയുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് നിങ്ങൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യാ? പഠിക്കണം. ഈ രണ്ട് ഗുണം തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഖൈറാണ്. അതാണ് ഈ ഹദീസ് പറഞ്ഞത്. ഈ ഹദീസ് ഇപ്പൊ തന്നെ മനപ്പാടാക്കുവോ? ഇപ്പൊ ഇത് കഴിഞ്ഞ ഞങ്ങൾക്ക് അദ്കാറുൽ മസാനുള്ള സമയമാണ്. ചെല്ലുകളുണ്ടെങ്കിൽ ഇത് പഠിക്കുക. അത് ഇൻഷാ അല്ലാഹ് നാളെ ആവുമ്പോൾക്ക് പഠിക്കോ? അർത്ഥസഹിതോ കാണാതെ പഠിക്കോ? പറഞ്ഞു മനസ്സിലായോ? ഈ ഹദീസ് ഒന്നുകൂടി വായിക്കാം. നിങ്ങൾ അർത്ഥം പറഞ്ഞേ. عن أبي موسى الأشعري رضي الله عنه قال പറഞ്ഞേ. എന്താ അർത്ഥം? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാ. അദ്ദേഹം പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു. എന്താ അർത്ഥം? മസലുൽ ലദീ യദ്കുറു റബ്ബഹു, തന്റെ റബ്ബിനെ ഓർക്കുന്നവന്റെ ഉപമയും, വല്ലദീ ലാ യദ്കുറു റബ്ബഹു, തന്റെ റബ്ബിനെ ഓർക്കാത്തവന്റെ ഉപമയും, മസലുൽ ഹയ്യി, എങ്ങനെ? ജീവിച്ചിരിക്കുന്നവനെ പോലെയും, വൽ മയ്യിത്തി,
മരിച്ചവനെ പോലെയുമാണ്. ജീവിച്ചിരിക്കുന്ന പോലെ ആരാ? അള്ളാഹുവിനെ ഓർക്കുന്ന. മരിച്ചവനെ പോലെ ആരാ? ഓർക്കാത്തവൻ. അതിന്റെ ഉദ്ദേശം മനസ്സിലായോ? ഹൃദയം തിന്മകളാൽ എന്ത് ചെയ്യും? മരവിച്ചു പോകും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. എന്നാലും സംശയം ഉണ്ടോ? സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു